മറ്റൊരു വാർത്തയിലേക്ക് ബ്രസീലിൽ യാത്രാ വിമാനം തകർന്നു വീണു. 70ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് സൂചന. സാവോപോളോയിലെ വിനീഡോ നഗരത്തിലാണ് അപകടമുണ്ടായത്. വോപാസ് 2283 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം തകർന്നു വീണ സ്ഥലത്ത് വലിയ തോതിൽ തീയും പുകയും പടർന്നതായി നാട്ടുകാർ പറഞ്ഞു. ബ്രസീലിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി രാംകുമാർ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. രാംകുമാർ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ടോ? എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവിത, അത്യന്തം ദാരുണമായൊരു അപകടമാണ് അല്പസമയം മുമ്പ് ബ്രസീലിൽ ഉണ്ടായിരിക്കുന്നത്. സാവോപോളോയിലെ ഗൊർലോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറക്കുകയായിരുന്ന വോപ്പാസ് എയർലൈൻസിന്റെ ATR 72 എന്ന വിമാനമാണ് ഇപ്പോൾ വിനൈഡോ നഗരത്തിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നിയന്ത്രണം വിട്ട വിമാനം നേരെ താഴേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. വിമാനത്തിൽ 58 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് എന്ന് വോപ്പാസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ പരിക്കു പറ്റിയതിനെ കുറിച്ചിട്ടോ മരണത്തെ കുറിച്ചിട്ടോ നിലവിൽ ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ ബ്രസീൽ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ബ്രസീലിന്റെ പ്രസിഡന്റ് ലുല ഡി സിൽവ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞതിന് പിന്നാലെ 1 മിനിറ്റ് മൗനം ആചരിക്കുകയുണ്ടായി. ഇത് ഈ അപകടത്തിന്റെ ഒരു തീവ്രതയിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നത്. എന്നാൽ ഔദ്യോഗികമായി അതേക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിമാനം എന്ത് കാരണത്താലാണ് തകർന്നു വീണത് എന്നതിനെ കുറിച്ചും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. വിമാനം തകർന്നു വീണത് ഒരു ജനവാസ മേഖലയിൽ ആയതുകൊണ്ട് തന്നെ അപകടത്തിന്റെ തോത് വളരെയധികം വർദ്ധിക്കും എന്നാണ് സൂചനകൾ ഉള്ളത്. വിമാനം തകർന്നു വീണ സ്ഥലത്ത് വൻതോതിൽ പുകയും തീയും പടർന്നതായി നാട്ടുകാർ, ചില ദൃക്സാക്ഷികൾ ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 7 യൂണിറ്റുകളെ ഈ പ്രദേശത്തേക്ക് അയച്ചതായി ബ്രസീലിലെ അഗ്നിരക്ഷാസേന അറിയിച്ചിട്ടുണ്ട്. പ്രവിത. ശരി, രാംകുമാറാണ് ബ്രസീലിൽ നടന്ന വിമാന അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്.